2025 സ്റ്റഡി അബ്രോഡ് നോക്കുന്നവർക്ക് യു കെ ഒരു റൈറ്റ് ചോയ്സ് ആണോ? യു കെയിൽ ഏതൊക്കെയാണ് മികച്ച കോഴ്സുകളുള്ളത്? യു കെയിൽ ഏതൊക്കെ പ്രോഗ്രാംസിനാണ് സ്കോളർഷിപ്പ് ഉള്ളത്? യു കെയിൽ പഠിച്ചാൽ ജോലി ഉറപ്പാണോ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പസ് ഇൻ്റർനാഷണൽ. സ്റ്റഡി അബ്രോഡ് നോക്കുന്ന എല്ലാ കുട്ടികളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് യു കെ, അല്ലേ? എന്തുകൊണ്ടാണ് യു കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ആയത്? ബിക്കോസ് ഓഫ് ഹൈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ബിക്കോസ് ഓഫ് ബെറ്റർ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ബിക്കോസ് ഓഫ് സ്പൗസ് ഫ്രണ്ട്ലി കൺട്രി, അല്ലേ? ഇങ്ങനെയൊക്കെ ആണെങ്കിലും പല കുട്ടികളും പറയുന്ന ഒരു പ്രോബ്ലം എന്താണ്? മാം, യു കെയിൽ പോയിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ യു കെ ഓവർ ക്രൗഡഡ് അല്ലേ? പാർട്ട് ടൈമിൽ നിന്ന് കാര്യമായിട്ട് ഏർണിങ്സ് കിട്ടുന്നില്ല. അതുമല്ല എന്നുണ്ടെങ്കിൽ സ്റ്റേ ബാക്കിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഏർണിങ്സ് കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് യു കെയിൽ എങ്ങനെ ബെറ്റർ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി എടുക്കാം, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു കോഴ്സ് എങ്ങനെ എടുക്കാം, ഇത് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങനെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഐഡൻറ്റിഫൈങ് ദ സ്കിൽ ഷോർട്ടേജ് കോഴ്സ് ഏരിയാസ്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് പുട്ടിങ് ദ റൈറ്റ് യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് സ്കിൽ ഷോർട്ടേജ് കോഴ്സ് ഏരിയാസ്. ഏതൊരു കൺട്രീസിലേക്കും ആ ഒരു പർട്ടിക്കുലർ സ്കിൽ പെർഫോം ചെയ്യാനുള്ള ഒരു സ്കാസിറ്റിനെയാണ് നമ്മൾ സ്കിൽ ഷോർട്ടേജ് കോഴ്സസ് അല്ലെങ്കിൽ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. യു കെയുടെ കോൺടെക്സ്റ്റിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ കോഴ്സസ് ആണ് സ്കിൽ ഷോർട്ടേജ് ഏരിയാസിൽ വരുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യു കെയിൽ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിൽ മെയിൻലി വരുന്നത് 4 കോഴ്സസ് ആണ്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഷോർട്ടേജ് സ്കില്ലിൽ വരുന്ന ഒരു കോഴ്സ് ഏരിയ ആണ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. ഈ ഹെൽത്ത് കെയർ പ്രോഗ്രാമിൽ ഏതൊക്കെ കോഴ്സ് ഏരിയാസ് ആണ് വരുന്നത്? ഫോർ എക്സാമ്പിൾ നഴ്സിംഗ് വരുന്നുണ്ട്, ഫിസിയോതെറാപ്പി വരുന്നുണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് വരുന്നുണ്ട്. 2024 17 യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ ഡിക്ലൈൻ ആണ് ഈ ഒരു കോഴ്സ് ഏരിയയിലേക്ക് വന്നിരിക്കുക. അപ്പോൾ എന്താണ് ഡിക്ലൈൻ? യൂണിവേഴ്സിറ്റി ഡിക്ലൈൻ എന്താണ്? അതായത് ടോട്ടൽ യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻസിൽ 2024 17% കുറവാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും യു കെയിൽ വലിയൊരു ശതമാനം ഈ ഒരു ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് സ്കാസിറ്റി ഇപ്പോഴും നിലവിലുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നഴ്സിംഗ്. ബിക്കോസ് വേൾഡ് വൈഡ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നഴ്സസ് ആക്സെപ്റ്റഡ് ആണ്. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ദർ ഈസ് എ ഹ്യൂജ് ഡിമാൻഡ് ഫോർ നഴ്സസ് ഓൾ ഓവർ വേൾഡ്. അതിൽ ഫസ്റ്റ് കൺട്രിയാണ് യു കെ. എസ്പെഷ്യലി ഫോർ ദ സ്റ്റുഡൻസ് ഹു ഹാവ് കംപ്ലീറ്റഡ് ദർ +2 ഫ്രം ഇന്ത്യ. അവർക്ക് യു കെയിൽ അവരുടെ ഒരു BSc ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഇറ്റ്സ് ലീഡിങ് ടു രജിസ്ട്രേഡ് നഴ്സ്. സോ ദിസ് ഈസ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി. ഇനി നമുക്ക് ഇതിൽ വേറൊരു ഡൗട്ട് പല കുട്ടികൾക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാം, ഞാൻ വേറെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, അപ്പോൾ എനിക്ക് ഈ ഹെൽത്ത് കെയർ പ്രാക്ടീഷണറായിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു റിലേറ്റഡ് ഫീൽഡിലേക്ക് പോകാൻ പറ്റുമോ? അങ്ങനെയുള്ളൊരു കുട്ടികൾക്കുള്ളൊരു ഓപ്ഷനാണ് കൺവേർഷൻ പ്രോഗ്രാം. ഫോർ എക്സാമ്പിൾ MSc ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കൺവേർഷൻ പ്രോഗ്രാം ഉണ്ട്. സോ ദ സ്റ്റുഡൻസ് ഹു ആർ ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ദേ ക്യാൻ also opt for these kind of healthcare practitioner programs, which is again a conversion program. അപ്പോൾ എന്താണ് ഈ കൺവേർഷൻ പ്രോഗ്രാം? അതായത് വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. അറ്റ് ദ സെയിം ടൈം സ്റ്റുഡൻസ് ഹു ആർ ഫ്രം നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഓർ മെഡിക്കൽ പ്രാക്ടീഷണർ ഓർ ഫിസിയോതെറാപ്പി, യു കെ ഈസ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി. ബിക്കോസ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഷോർട്ടേജ് സ്കിൽ ലിസ്റ്റിലുള്ള ഒരു ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ് ഹെൽത്ത് കെയർ സെക്ടർ. സെക്കൻഡ് കാറ്റഗറിയാണ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. 2024 ഓൾമോസ്റ്റ് 217,000 ഇൻക്രീസ് ആണ് യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻസിൽ ഉണ്ടായത്. സോ വിച്ച് മീൻസ് ദ സ്റ്റുഡൻസ് ഹു ഹാവ് ഫ്രം പ്രോജക്ട് മാനേജ്മെൻറ്റ്, സിവിൽ എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആർ ഇൻ ഹ്യൂജ് ഡിമാൻഡ് ഇൻ യു കെ. അപ്പോൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതുള്ളത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. തേർഡ് കോഴ്സാണ് ഇൻഫർമേഷൻ ടെക്നോളജി. യു കെ ഇപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഇൻഫർമേഷൻ ടെക്നോളജി സ്കാർസിറ്റി, സ്പെഷ്യലി ഇൻ ദ ഫീൽഡ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, ബിസിനസ് അനലിറ്റിക്സ് ഓർ സൈബർ സെക്യൂരിറ്റി. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ഇന്ത്യൻസ് ആർ ഓൾസോ ഇൻ ഹൈ ഡിമാൻഡ്. ബിക്കോസ് നമുക്കറിയാം മേജറായിട്ടുള്ള എല്ലാ IT കമ്പനീസിലെ ഹെഡ് പൊസിഷൻസിലിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻസ് ആണ്. സോ സ്റ്റുഡൻസ് who are from IT background or who are from computer background, UK is the best option because it is again in the shortage list of UK.
ലാസ്റ്റ് ആൻഡ് ഫോർത്ത് കാറ്റഗറിയാണ് എഡ്യൂക്കേഷൻ ഓർ ടീച്ചിങ് പ്രൊഫഷണൽ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഹെൽത്ത് കെയറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2024 ഒരു 14% യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ ഡിക്ലൈൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ടീച്ചിങ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊഫഷണലിനും ആസ് പെർ ദി യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ റിപ്പോർട്ട് 2024 14% ഡിക്ലൈൻ ആണ് വന്നിരിക്കുന്നത്, എസ്പെഷ്യലി ഇൻ ദ ഫീൽഡ് ഓഫ് ടീച്ചേഴ്സ് ഹു ആർ ലൈക്ക് പ്രൊഫഷണൽസ് ഇൻ ദ ഫീൽഡ് ഓഫ് ടീച്ചിങ് സബ്ജക്ട്സ് ലൈക്ക് സയൻസ്, ടെക്നോളജി, engineering and mathematics. So the students who are like interested to perform or accelerate your career in UK, teaching is also a best option because again this program is also on the skill shortage list. അപ്പം നമ്മൾ കണ്ടു നമുക്ക് എങ്ങനെ യു കെയിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു കോഴ്സ് ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യാം, ഏതൊക്കെ കോഴ്സസ് നമുക്ക് സെലക്ട് ചെയ്യാം, എങ്ങനെ സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്താൽ മാത്രം പോരല്ലോ, നമുക്ക് യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻസും കൂടി ഇടണം. അപ്പം നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ 2 ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്. യു കെയിൽ ഇപ്പോൾ പല PG പ്രോഗ്രാംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിഗ്രി പ്രോഗ്രാംസ് ആയിക്കോട്ടെ, നമുക്ക് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബാച്ചിലർ പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് ബാച്ചിലേഴ്സ് ഇൻ സാൻഡ്വിച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ഇനി PG പ്രോഗ്രാംസ് ആണെങ്കിലും നമുക്ക് ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. സോ വാട്ട് ഈസ് ദിസ് ഇന്റേൺഷിപ്പ്? അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു കമ്പനിയിൽ അലോങ് വിത്ത് ദി വർക്കിംഗ് പ്രൊഫഷണൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. സോ വാട്ട് ഹാപ്പൻസ്? അപ്പം നമുക്ക് ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്റേൺഷിപ്പിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കൂടെ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി once the student completes that course, it is adding to his profile that will make creating a better job opportunity for the student. Second factor ആണ് ഇൻഡസ്ട്രി പ്ലേസ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യു കെയിൽ നമുക്ക് പല പ്രോഗ്രാംസും യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 1 year സ്റ്റഡി വിത്ത് 1 year പ്ലേസ്മെൻറ്റ്. സോ എന്താണ് ഈ പ്ലേസ്മെൻറ്റ്? അതായത് ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചതിന് ശേഷം നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ അസിസ്റ്റൻസോട് തന്നെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പല ജോബ് ഫെയർസ് നമുക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ദിസ് വിൽ ക്രിയേറ്റ് സ്റ്റുഡൻറ്റ് ടു അറ്റൻഡ് ജോബ് ഇൻ്റർവ്യൂ വൈൽ ദേ ആർ ഇൻ സ്റ്റഡിങ്. സോ ദിസ് ഈസ് സംതിങ് ആഡിങ് ടു ദെയർ പ്രൊഫൈൽ. അപ്പം നമ്മളൊരു PG പ്രോഗ്രാംസ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു പ്ലേസ്മെൻറ്റോട് കൂടിയുള്ള ഒരു യൂണിവേഴ്സിറ്റി ഓപ്ഷൻ ആണോ എന്നുള്ളതും കൂടെ നമ്മൾ ചെക്ക് ചെയ്യുക. ബിക്കോസ് മിക്ക യൂണിവേഴ്സിറ്റിയിൽ ഈ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഫ്രീ ആണ്. അതും അല്ലാന്നുണ്ടെങ്കിൽ വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു ഫീസ് അവർ ചാർജ് ചെയ്യുന്നു. സോ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് who are from this skill shortage list, when you apply for this university application, make sure that your program is also providing a placement that will be like first year നമ്മൾ പഠിക്കുന്നു, second year നമുക്ക് പ്ലേസ്മെൻ്റ് ആണ്. സോ ഓൾ ടുഗെദർ ഇത് 2 കൊല്ലമായിരിക്കും. ഇതിന് ശേഷമായിരിക്കും നമുക്ക് ഒരു 2 yearsൻ്റെ ഒരു ജോബ് സെർച്ച് വിസയും കൂടെ കിട്ടുന്നത്. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, എസ്പെഷ്യലി ഫോർ ദ സ്റ്റുഡൻസ് who want to explore UK, get settled in UK and enter into the profession of what they have studied. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തു യു കെയിൽ നമുക്ക് ഏതൊക്കെ കോഴ്സസ് ആണ് ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ വരുന്നത്, ആ കോഴ്സ് ഏരിയാസ് ഏതൊക്കെയാണ്, പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പം എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ നിങ്ങൾ ഓരോ സ്റ്റുഡൻസിനും നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് പാർട്ട് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് പാർട്ടാണ്. അപ്പോൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിൽ സ്കോളർഷിപ്പ് ഉണ്ട്, ആ സ്കോളർഷിപ്പിനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, നമുക്ക് ഇനി പ്രത്യേകിച്ച് എക്സാംസ് എന്തെങ്കിലും ഉണ്ടോ ഈ സ്കോളർഷിപ്പ് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ചില കുട്ടികൾക്കുള്ള ഡൗട്ടാണ്, കാരണം ഞാൻ സ്കോളർഷിപ്പിന് എൻട്രി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യും. ഇപ്പോൾ പല കുട്ടികളും ഇപ്പോൾ എൻട്രി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് യൂണിവേഴ്സിറ്റി ഫീസ് നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്യാം? പല യൂണിവേഴ്സിറ്റിയിൽ നമുക്കിപ്പോൾ 40% അല്ലെങ്കിൽ 50% യൂണിവേഴ്സിറ്റി ഫീസ് പേ ചെയ്തതിന് ശേഷം ബാക്കി ഫീസ് നമുക്ക് കോഴ്സ് കഴിയുന്നതിന് മുമ്പേ ഒരു 5 to 6 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വയറീസോ ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ എങ്ങനെ ഇടണം, അല്ലാന്നുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഇനി ഇതുമല്ല നിങ്ങൾക്ക് അഡ്മിഷൻ ലെറ്റർ വന്നു, നിങ്ങൾക്ക് ബാങ്കിലേക്കുള്ള ഒരു ലോൺ പ്രോസസ്സിങ്ങിന് നിങ്ങൾ സ്റ്റക്ക് ആണെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ എല്ലാ ക്വയറീസിനും നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾ സ്റ്റക്ക് ആവുകയാണെങ്കിൽ കോമ്പസ് ഇൻ്റർനാഷണലിൻ്റെ ബ്രിട്ടീഷ് സർട്ടിഫൈഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് ഏത് ടൈമും നിങ്ങളുടെ ഈ ക്വയറീസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള അവൈലബിൾ ആണ്.
അപ്പോൾ കൂടുതൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് കോമ്പസ് ഇൻ്റർനാഷണലിൽ താഴെ കാണുന്ന ഹോട്ട്ലൈൻ നമ്പറായിട്ട് കണക്ട് ചെയ്യും.